ഹായ് ഗൈസ്, അപ്പൊ ഇന്നലെ ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു. കപ്പ് അനുമോള് തൂക്കി. അതിൽ ഒരുപാട് പേർക്ക് അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ട്. തീരെ കുശുമ്പില്ലാത്ത ഒരാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഫോട്ടോ കണ്ടോളൂ. പുള്ളിക്കാരിക്ക് ഒട്ടും കുശുമ്പൊന്നുമില്ല. അനുമോള് വിന്നറായെന്നും പറഞ്ഞിട്ട് ലാലേട്ടനെ കൈ പിടിച്ച് പൊക്കിയ സമയത്ത് ഏറ്റവും അവസാനം എഴുന്നേറ്റ് അനുമോളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ആരോ കാണിക്കാനോ വേണ്ടി കൈയടിച്ച നല്ലൊരു അസല് കൂട്ടുകാരിയാണ് ആ ഇരിക്കുന്ന മഹത്ത് വ്യക്തിത്വം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല അസൂയ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അനുമോക്ക് കിട്ടരുത്, അനീഷിനെ കിട്ടിയാലും അനുമോക്ക് കിട്ടരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന ഒരു പുള്ളിക്കാരിയാണ് അത് കേട്ടോ. ബാക്കിയെല്ലാ ആൾക്കാരും ഒരു ഫോർമാലിറ്റിക്കെങ്കിലും കൈയടിച്ചു. പുള്ളിക്കാരി അവിടെ ഇരിപ്പാണ്. എന്നാലും വെറുതെ ഒന്ന് എഴുന്നേറ്റൊക്കെ ഇനി ഇത് മതി അടുത്ത പൊങ്കാലയ്ക്കെന്ന് കരുതിയിട്ട് എഴുന്നേക്കലും വെറുതെ ഒന്ന് ആരെയോ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ തട്ടി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അനുമോളെ വിജയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, അത് അനീഷ് തൂക്കേണ്ട കപ്പാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒഴിവായി പോയ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ അതിനകത്തോട്ട് കയറുന്നത് വരെ അനീഷായിരുന്നു വോട്ടിങ്ങിൽ ലീഡിലുണ്ടായിരുന്നത്. ശേഷം അതിനകത്ത് കയറിപ്പോയ എല്ലാ ആളുകളുമാണ് അനുമോൾക്ക് സത്യത്തിൽ 16 ലക്ഷത്തിന്റെ PR പണി എടുത്തത്. പുറത്ത് ഈ 16 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ആ പൈസ സത്യത്തിൽ കൊടുക്കേണ്ടത് ശൈത്യക്കാണ്. കാരണം അതിൽ മെയിനായിട്ട് ഒരു റോള് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ശൈത്യയാണ്. അത്രയും ആൾക്കാരുടെ ഇടയിൽ അവിടുന്ന് അനുമോളെ ഒറ്റപ്പെടുത്തി പ്രശ്നമുണ്ടാക്കിയതിൽ മുഖ്യ പങ്ക് ശൈത്യക്കാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ആദില നൂറ. പുറകെ നടന്ന് പിരികേറ്റി കൊടുത്തിട്ട് അനുമോളെ കോർണർ ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, അവിടെ അനുമോൾക്കെതിരെ കളിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് കളിച്ചിട്ട് അനീഷിനെ പിന്നിലാക്കി അനുമോക്ക് മുമ്പോട്ട് കയറാനുള്ള വഴി വെട്ടിക്കൊടുത്തത് ശൈത്യയാണ്. പിന്നെ അതിൽ മുഖ്യ പങ്ക് വെച്ചത് കലാപം, സരിക, അപ്പാനി, ശരത്ത്, ബിൻസി, ഇവരെല്ലാം തന്നെയാണ്. അക്ബർ, ഇവരെല്ലാം തന്നെയാണ്. ഇവർക്ക് അതിനകത്ത് കയറിയതിന് ശേഷം ഒരു ഗെയിം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് മര്യാദയ്ക്ക് കുറച്ച് ദിവസം അവിടെ നിന്ന് സന്തോഷകരമായിട്ട് ആ നിമിഷങ്ങളൊന്ന് ആസ്വദിച്ച് തീർത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോണ്ട ആൾക്കാർ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റ എല്ലാ ആഘാതങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും എല്ലാത്തിനും ഒറ്റ ഉത്തരവാദിയുള്ളൂ അത് അനുമോളാന്നും പറഞ്ഞിട്ട് എല്ലാം കൂടെ അനുമോളെ നേരത്തോട്ട് കയറുകയും അനീഷിന് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ടും വോട്ടും കൂടെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു കണ്ട സമയത്ത് അനുമോളിലേക്ക് പോവുകയും അനുമോള് വിജയിയാവുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സത്യത്തിൽ അനീഷിനെയാണ് അവിടെ വിന്നർ ആവേണ്ടിയിരുന്നത്. കാരണം അനീഷും അനുമോളുമായിട്ടുള്ള ഒരു ലവിന്റെ വിഷയത്തിനകത്ത് അനീഷ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിന് അങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഹൗസിനകത്തോട് റീഎൻട്രികൾ കയറുന്നത്. റീഎൻട്രി കയറി കഴിഞ്ഞതിന് ശേഷം എല്ലാം അട്ടിമറിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അനുമോക്ക് കപ്പ് കിട്ടി. അതിലിപ്പം വിഷമിക്കാൻ എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് അനീഷായിരുന്നു ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. അനീഷ് കപ്പ് ഉയർത്തണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അനുമോളെ വല്ലാതെ ടോർച്ചർ ചെയ്ത് കോർണർ ചെയ്തതിൽ അനുമോള് കപ്പ് ഉയർത്തി കാണുന്ന സമയത്ത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആ ഒരു കുശുമ്പ് അസൂയം കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനുമോളെ വിജയത്തിൽ ഞാനും സന്തോഷിതയാണ്. എല്ലാ സീസണിലും ഈ ഒരു വിന്നറെ പ്രഖ്യാപിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ വലതുവശം ചേർന്ന് നിൽക്കുന്ന ആളാണ് വിന്നർ ആയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. കാരണം എല്ലാ സീസണിലെ ആ ഒരു വിന്നിങ് ആ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ വിന്നറായിട്ട് ലാലേട്ടൻ കൈ ഉയർത്തി കാണിക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടത്തെ വശത്ത് നിന്നാണ് അനുമോളെ കൈ ഉയർത്തിയിട്ടുള്ളത്. അപ്പം അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ ആളുകളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കും എന്നെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു ഡൗട്ടില്ലാണ്ടില്ല. കാരണം PR-ന്റെ ബലം കൊണ്ടാണ് അനുമോള് ജയിച്ചിട്ടുള്ളത്. അത് അത്ര വാലിഡ് ആയിട്ടുള്ളൊരു ജയമല്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അനീഷാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലും ബിഗ് ബോസ് ഹൗസിനകത്ത് വിന്നർ എന്ന് മറ്റൊരു അർത്ഥത്തിൽ ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. ഈ ഒരു ചെറിയ സന്തോഷം, അനുമോൾ എന്തായാലും ജയിച്ചു. നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഈ ഒരു വിജയം കണ്ട സമയത്ത് ഒരു വീഡിയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഈ വിജയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആണ്. അതുവരെ